മുൻ മന്ത്രിയും ആദരണീയായിരിക്കുന്ന ശ്രീമതി ശൈലജ ടീച്ചർ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോഴത്തെ MLA മായിരിക്കുന്ന ശൈലജ ടീച്ചർ നമ്മളോടൊപ്പമുണ്ട്. ടീച്ചർ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെയുള്ള ആളുകളെ കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. ടീച്ചർ നമ്മളോട് സംസാരിക്കുന്നു. ഇത് പ്രത്യേകിച്ച് നമ്മളാരും പറയേണ്ടതില്ല. നമ്മുടെ നാടാകെ നടുങ്ങിപ്പോയിട്ടുള്ള വല്ലാത്തൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ വ്യാപ്തി എത്രയുണ്ട് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് അളക്കാൻ കഴിയാത്തതുപോലെയാണ് തോന്നുന്നത്. നമ്മളിവിടെ വരുന്നത്, ഇവിടെ പാടുപെട്ട് ഈ ദുരന്തം ഉണ്ടായ അന്നു മുതൽ റെസ്ക്യൂ പ്രവർത്തനത്തിന് പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ സ്ഥലത്ത് തെരച്ചിൽ നടത്താൻ പങ്കെടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരോടൊരു ആശ്വാസവാക്ക് പറയുക, അവർക്കൊരു ഊർജം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നത്. ഞാനവിടെ കണ്ടു, റെസ്ക്യൂ നടത്തുന്ന സ്ഥലത്ത് നൂറുകണക്കിന് ചെറുപ്പക്കാർ, അവർ പോലീസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ആളുകളുണ്ട്, ആർമിയുടെ ആളുകളുണ്ട്, എല്ലാം കൂടാതെ നാട്ടുകാരായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരൊക്കെ തെരച്ചിൽ നടത്തുകയാണ്. ഓരോ പ്രദേശത്തും വിളി വരികയാണ്. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പുഴയുടെ അക്കരെ കുറേ മരങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ഡെഡ് ബോഡി കണ്ടുകിട്ടിയെന്ന് പറയുകയും അവിടെ കൂടുതൽ തെരഞ്ഞാൽ കുറച്ചും കൂടി ആളുകൾ അതിനകത്തുണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുകയാണ്. വളരെ ദുഷ്കരമാണ് അക്കരെ കടന്നെത്താൻ. പക്ഷേ നമ്മുടെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയേഴ്സും എല്ലാം അവിടത്തേക്ക് പോകാൻ തയ്യാറായി, പരതാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എത്ര ആളുകളാണ് മണ്ണിനടിയിൽ പെട്ടത് എന്നുള്ളത്. കുറച്ച് പേരെങ്കിലും ജീവനോട് തിരിച്ചു കിട്ടിയെന്നുള്ളതിൻ്റെ ആശ്വാസമാണ്. ഇത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ദുരന്തമാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. കുറേയും കൂടി പേർ എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ, നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിയട്ടെ എന്ന ഒറ്റ ആഗ്രഹം മാത്രമാണ് നമുക്കിപ്പോഴുള്ളത്. ഇതിൻ്റെ ത്യാഗപൂർണമായിട്ട് ഈ തെരച്ചിലിനും റെസ്ക്യൂ ഓപ്പറേഷനും വേണ്ടി പണിയെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. അവർക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളത്. ദിവസങ്ങളോളം പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷേ അത് കാണിക്കാതെ അവരെല്ലാം പ്രവർത്തിക്കുകയാണ്. അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ. ഗവൺമെൻറ് ഒന്നടങ്കം, ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം കേരളത്തിലെ ജനങ്ങളെന്ന്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ, മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു താല്പര്യമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കേണ്ടുന്ന സമയമാണ്. അങ്ങനെ എല്ലാവരും നിൽക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എന്താണോ ചെയ്യാൻ സാധിക്കുക അതൊക്കെ ചെയ്യാൻ സന്നദ്ധരുമാണ് എന്നാണ് പറയാനുള്ളത്. കുറേ പേരെങ്കിലും ജീവനോടെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഇപ്പോഴുള്ളത്. ടീച്ചറെ, ഞങ്ങളെ പല ക്യാമ്പുകളിലും ഇന്ന് മേപ്പാടി സൈഡിലുള്ള ക്യാമ്പുകളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും ഞങ്ങൾ കണ്ട മിക്കവാറും ആളുകൾ പറഞ്ഞത് അവരുടെ ബന്ധുക്കളെ പലരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ചിലരൊക്കെ മണ്ണിനടിയിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ദയവുണ്ടായിട്ട് ഗവൺമെൻറ് മിഷണറീസ് എല്ലാം സജീവമായിട്ട് അവരെ കണ്ടെത്തുവാൻ കൊണ്ട് ഇടയാക്കണമെന്ന് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. ഗവൺമെൻറ്റിനോട് പറയണം, അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഒരു പ്രോമിസ്, ഒരു വാഗ്ദത്വം എന്താണ്? അവരെന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് മിഷനറി ഒന്നടങ്കമുണ്ട്. എവിടെയെങ്കിലും അവർ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ്. കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ ലാൻഡ് സ്ലൈഡ്, ആ മണ്ണ് ഉരുൾപൊട്ടലെന്ന് വെച്ചാൽ അത് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വലിയ കൂറ്റൻ പാറകളും മരങ്ങളും എല്ലാം വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക, നമുക്ക് എല്ലാവർക്കും ചേർന്ന് പരിശ്രമിക്കാം. കണ്ടെത്താൻ വേണ്ടി അങ്ങേയറ്റം വരെ പരിശ്രമിക്കും ഗവൺമെൻറ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വാക്കിൽ നമുക്ക് ആശ്വാസം കണ്ടെത്തി കാത്തിരിക്കാം എന്നാണ് പറയാനുള്ളത്. നല്ല പരിശ്രമം നടക്കുന്നുണ്ട്.